മാത്സ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് മാത്സ്യൂ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ ഇതുവരെ എവിടെയും കാണാത്ത ഒരു ട്രിക്കാണ്. അത് വേറൊന്നുമല്ല, ഏതൊരു സംഖ്യയെയും 6 കൊണ്ട് ഗുണിച്ചാൽ അത് 2 അക്ക സംഖ്യ ആവട്ടെ, 3 അക്ക സംഖ്യ ആവട്ടെ, അത് ഇരട്ട സംഖ്യ ആവട്ടെ, അത് ഒറ്റ സംഖ്യ ആവട്ടെ, 6 കൊണ്ട് ഗുണിക്കുമ്പോൾ അതിന്റെ ആൻസർ വളരെ എളുപ്പത്തിൽ ഗുണിക്കാതെ തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കുന്ന രീതിയാണ് ഇത് പരിചയപ്പെടുത്തുന്നത്. ആദ്യമായിട്ടായിരിക്കും ഭൂരിഭാഗം കുട്ടികളും ഇതുപോലുള്ള കാര്യങ്ങൾ 6ന്റെ ഗുണിതം ഈസി ആയിട്ട് എഴുതുന്ന കണ്ടിട്ടുണ്ടാവുക. നിങ്ങൾ 2ന്റെ ഗുണിതം നിങ്ങൾക്കറിയാം, 5ന്റെ ഗുണിതം മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്ന അറിയാം, 9ന്റെ അറിയുന്നുണ്ടാവും, 11ന്റെ അറിയുന്നുണ്ടാവും, പിന്നെ 1, 10 എന്നൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. പക്ഷെ 6ൻ്റെത് നിങ്ങൾ എവിടെയും കാണാൻ സാധ്യതയില്ല. അപ്പോൾ ഇത് എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് കൃത്യമായി മനസ്സിലാക്കുക. സ്കൂൾ കുട്ടികളാണ് ഇത് കാണുന്നതെങ്കിൽ ഈ കാര്യം മനസ്സിലാക്കിയിട്ട് അടുത്ത വർഷം സ്കൂളിലെ മാത്സ് ക്ലബിൽ ഇത് പ്രസന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ഹീറോയിൻ ആവാൻ കഴിയും. ഈസി ആയിട്ട് ഞാൻ നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഓക്കെ, നോക്കൂ, 24 × 6 എത്ര എന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഈ 24ന്റെ ഇവിടെ നേരെ താഴെ ഒരു 0 ഇടുക, 24ന്റെ നേരെ പകുതി ഇവിടെ എഴുതുക. ഓക്കെ, ഇതിന് നേരെ താഴെ ഒരു 0 ഇട്ടോ, 24ന്റെ പകുതി ഇവിടെ എഴുതുക. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി, 4 2 2 4 1. അപ്പൊ ആൻസറായി 144. അതിന്റെ ആൻസറായി 468 × 6 എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു 0 ചേർക്കുക. 468ന്റെ ഹാഫ് പകുതി ഇവിടെ എഴുതുക. 468ന്റെ പകുതി നമുക്കറിയാം 234 ആണ് വരിക. അപ്പൊ 34 ഇവിടെ എഴുതുക, 2 ഇവിടെ എഴുതുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ആഡ് ചെയ്യുക. നമുക്ക് കിട്ടും 8 6 4 10, ബാക്കി 1 4 5 3 8 2 28.08 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ഈ 2 ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഈവൺ നമ്പറിന് 6 കൊണ്ട് ഗുണിക്കുന്നതാണ്. അപ്പൊ ഈവൺ നമ്പറിന് 6 കൊണ്ട് ഗുണിക്കുമ്പോഴുള്ള കാര്യമാണ് പറഞ്ഞത്. നമ്മൾ ഒരു നമ്പറിന് 6 കൊണ്ട് ഗുണിക്കാൻ പറഞ്ഞാൽ അതിന് നേരെ താഴെ 0 എഴുതി, അതിന് നേരെ ഇപ്പുറം 12 എഴുതി, രണ്ടും കൂടെ കൂട്ടുക. ഇത് മനസ്സിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. 24 × 6 എന്ന് പറയുമ്പോൾ 24ന്റെ പകുതി 12 ആണ്, 120, 120 40 144 എന്ന് പറഞ്ഞാൽ 468 എന്ന് പറയുമ്പോൾ 468ന്റെ നേരെ ഹാഫ് ആദ്യം എഴുതുക, 234. അപ്പൊ 2340. 2340 468 നമ്മൾക്ക് ആഡ് ചെയ്യാൻ പറ്റിയാൽ അതിന്റെയും ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ചെയ്യേണ്ട രീതിയാണ് ഇവിടെ പറയുമ്പോൾ, മനസ്സിൽ ചെയ്യുന്ന സമയത്ത് ആദ്യം ഇതിന്റെ ഹാഫ് എടുത്തിട്ട് 0 ചേർത്തിട്ട് ആ നമ്പർ ഇത് രണ്ടും കൂടെ കൂട്ടുന്നതായിരിക്കും എളുപ്പമുണ്ടാവും. അപ്പൊ ഐഡിയ മനസ്സിലായല്ലോ? ഇരട്ട നമ്പറിനെ ഗുണിക്കുമ്പോൾ മനസ്സിലായല്ലോ. ഇനി നമ്മൾക്ക് ഓഡ് നമ്പറിന്റെ കാര്യത്തിലേക്ക് പോവാം. ഓഡ് നമ്പർ × 6 എങ്ങനെ വരുന്നു നോക്കുക. അത് ഇതിനേക്കാളും എളുപ്പമാണ്. 27ന്റെ നേരെ ഹാഫ് എഴുതുക. അത് നമുക്ക് എത്ര കിട്ടുക? 13.5. ഈ പോയിന്റിനെ നമുക്ക് അങ്ങ് ഒഴിവാക്കുക, 135. അതിന്റെ താഴെ 135 എഴുതുക, കൂട്ടുക. അപ്പൊ 7 5 12, 1 2 3 6 1 നമുക്ക് കിട്ടും 162. അതായത് ഇവിടെ നമ്മൾ ഒരു 0 ചേർത്തു. ഇതിന്റെ പകുതിനെ 10 കൊണ്ട് ഗുണിക്കുന്നതാണ് ഇവിടെ വരിക. അപ്പൊ ഇതിന്റെ പകുതിനെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ 13.5നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 135 135 കിട്ടും. അത് നമ്മൾ കൂട്ടി എഴുതിയാൽ മതി. അപ്പൊ ഡെസിമൽ വന്നതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഈ 13.5 135 ആയിട്ട് മാറുന്നത്. സിമ്പിൾ, നേരിട്ടത് കൂട്ടിയാൽ മതി. അപ്പൊ 623 × 6 എന്ന് പറയുമ്പോൾ 623ന്റെ പകുതി എടുക്കുക. 620ന്റെ പകുതി നിങ്ങൾക്കറിയാം 310 ആണെന്നറിയാം. 3ന്റെ പകുതിയാണ് ബാക്കി വരുന്നത്, അത് 1.5 അപ്പൊ 310ന്റെ പേര് 1.5 കൂട്ടിയാൽ മതി. അപ്പൊ 311.5 വരുന്നത് 311.5 ആണ്. അപ്പൊ ഇവിടെ പോയിന്റ് നമുക്ക് ആവശ്യമില്ല, 10 കൊണ്ട് ഗുണിച്ച പോയിന്റ് പോയി. അപ്പൊ നമുക്ക് കിട്ടുന്ന ഉത്തരം എത്ര? 115 3 3115 കിട്ടും. കൂട്ടി നോക്കുക, 3 5 8 2 1 3 6 1 7 3 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടും. അപ്പോൾ 6 കൊണ്ട് ഗുണിച്ചെഴുതുന്ന ഒരു പുതിയ രീതിയാണ് ഇവിടെ നമ്മൾ അവതരിപ്പിക്കുന്നത്. ഇരട്ട നമ്പർ ആകുമ്പോൾ നേരെ പകുതി എഴുതി 0 ചേർത്തിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. ഇനി ഒറ്റ നമ്പർ ആകുമ്പോൾ പകുതി എഴുതിയിട്ട് ഡെസിമൽ ഒഴിവാക്കിയിട്ട്
കൂട്ടുന്നു എന്ന് അർത്ഥം. ഓക്കെ, ഈ ഐഡിയ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. വലിയ വലിയ നമ്പർ എടുത്തു കഴിഞ്ഞാലും ചെറിയ നമ്പർ എടുത്തു കഴിഞ്ഞാലും ഇരട്ട നമ്പറിന്റെ ഒരു കാര്യം അതേപോലെ ഒറ്റ നമ്പർ ഗുണിക്കുമ്പോൾ രണ്ടും പ്രത്യേകത മനസ്സിലാക്കുക. ഇതിനകത്തുള്ള മാത്തമാറ്റിക്സ് ഉണ്ട്, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ശരിയാവുന്നത് എന്ന് അതറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, ഇനി പുതിയ കാര്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.